ഒരു അതിജീവനത്തിൻ്റെ കഥയാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. 2022 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കിഡിലൻ സർവൈവർ ഫിലിം എഗെയിൻസ്റ്റ് ദി ഐസ്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് രണ്ട് പേരെയാണ്. ഡെൻമാർക്കിൻ്റെ ആളുകളായിട്ടുള്ള ഇവരിപ്പോൾ ഒരു പര്യവേക്ഷണം കഴിഞ്ഞ് വരികയാണ്. അതായത് ഒരു കണ്ടെത്തലിനായിട്ട് പോയിട്ട് അതിൽ പരാജയപ്പെട്ട് വരികയാണ്. ഗ്രീൻലാൻഡിൻ്റെ വടക്കിഴക്കൻ മേഖലയിലുള്ള ഒരു ദ്വീപാണ് ഇതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇത് ഏത് ഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണെന്ന് പോലും ആർക്കും അറിയില്ല. അതൊക്കെ തെളിയിക്കുന്ന രേഖകൾ വീണ്ടെടുക്കാനായിട്ടാണ് ഇവരിങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഒരു 6 അംഗ സംഘം. ഇവരുടെ ക്യാപ്റ്റനായിട്ടുള്ള മിക്കേൽസൺ പക്ഷേ തോൽക്കാനായിട്ട് തയ്യാറായില്ല. വീണ്ടും ഒരാളെ കൂടി കൂട്ടിയിട്ട് ഈ ഒരു പര്യവേക്ഷണത്തിനായിട്ട്, അതായത് ആ ഒരു സ്ഥലത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ആരും തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം കൂടുന്നില്ല, അതായത് വരാൻ കൂട്ടാക്കുന്നില്ല. പക്ഷേ അതിലുണ്ടായിരുന്ന ഒരാൾ മാത്രം, ഐവേഴ്സൺ എന്ന് പറയുന്ന ഒരാൾ ഇയാളുടെ കൂടെ വരാമെന്ന് പറയുകയാണ്. വർഷം 1910. ആദ്യത്തെ ദിവസമാണ് നമ്മളെ കാണിക്കുന്നത്. ഇവർ യാത്ര തുടങ്ങുകയാണ്. ഐവർ എന്ന് പറയുന്ന ആളും പിന്നെ അതുപോലെ തന്നെ മിക്കേൽസൺ എന്ന് പറയുന്ന ക്യാപ്റ്റനും കൂടി ചേർന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്ലെഡ്ജിലാണ് പോകുന്നത്. അതായത് ഈ പട്ടികൾ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു മഞ്ഞിലൂടെ പോകുന്ന ആ ഒരു ഇതിനെ പറയുന്നതാണ് സ്ലെഡ്ജ് എന്ന്. അത് ഉപയോഗിച്ചിട്ടാണ് ഇവർ പോകാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് വലിച്ചുകൊണ്ട് പോകുന്ന ഈ പട്ടികളെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഐവേഴ്സൺ നന്നായിട്ട് പരിപാലിക്കുന്നതും അതിനോട് സ്നേഹം കാണിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഒരു യാത്രയിൽ ഒരുപാട് പട്ടികൾ ഇവരുടെ കൂടെ ഉണ്ടാവും, ആ ഒരു സ്ലെഡ്ജ് വലിക്കാനായിട്ട്. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഇവർക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇല്ലാതാവുമ്പോൾ, അല്ലെങ്കിൽ ഈ പട്ടികൾക്കൊന്നും കൊടുക്കാതെ ആവുമ്പോൾ, അതിലേതെങ്കിലും പട്ടിക്ക് വയ്യാതെ ആവുമ്പോൾ ആ ഒരു പട്ടിയെ തീർത്ത് കളഞ്ഞതിന് ശേഷം, അതായത് കൊന്നു കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഇറച്ചി വേണം മറ്റുള്ള പട്ടികൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ഇത് ഓരോ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതിനോട് അത്രയ്ക്ക് അങ്ങ് സ്നേഹമൊന്നും കാണിക്കേണ്ട എന്നാണ് എല്ലാവരും പറയുന്നത്. നേരത്തെ മിക്കേൽസൺ എന്ന് പറയുന്ന ക്യാപ്റ്റൻ്റെ കൂടെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പര്യവേക്ഷണത്തിൽ. പക്ഷേ തിരിച്ചെത്തിയപ്പോഴേക്കും അയാളുടെ കാലാണെന്നുണ്ടെങ്കിൽ ആകെ മരവിച്ച് കറുത്ത കളറായി മാറിയിട്ടുണ്ടായിരുന്നു. അതായത് എന്നിട്ട് അയാളുടെ വിരലടക്കം മുറിച്ച് കളയേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇവർ യാത്ര തുടങ്ങി. ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ യാത്ര പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ളവരൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യും, അതായത് ഇവർ പോയി വരണവരെ. അങ്ങനെ ഇവർ യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തന്നെ നമ്മുടെ ഐവേഴ്സിന് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ കണ്ട് പോയി. ഇപ്പോൾ ഇവർ പോകുന്ന വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുത്തനെയുള്ള ഒരു കയറ്റവും മറ്റൊക്കെയാണ്. അപ്പോൾ നമുക്കിത് താഴെ കൂടെ പോയിക്കൂടെ എന്നൊക്കെ ഐവേഴ്സൺ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതൊരുപാട് സമയമെടുക്കും എന്നും പറഞ്ഞ് നമ്മുടെ മിക്കേൽസൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വലിയ കയറ്റമൊക്കെ ഈ ഒരു പട്ടികളെ കൊണ്ടും പിന്നെ അവരും സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ അവർ വലിഞ്ഞ് കയറുന്നുണ്ട് ആ ഒരു കുന്നിൻ്റെ മുകളിലേക്ക്. ഓരോ ദിവസവും വൈകിട്ടാകുമ്പോഴത്തേക്കും ഇവർ ടെൻ്റ് അടിക്കും. അതിനുശേഷം ഇവർ കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് കിടന്നുറങ്ങും. ഐവേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ മിക്കേൽസൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴേക്കും മിക്കേൽസൺ മിക്കവാറും ഉറങ്ങിയിട്ടുണ്ടായിരിക്കും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യമൊക്കെ നമ്മുടെ ഐവേഴ്സിന് നല്ല രീതിയിലുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ അതിങ്ങനെ കുറഞ്ഞു തുടങ്ങി. പക്ഷേ അപ്പോഴൊക്കെ ക്യാപ്റ്റനായിട്ടുള്ള മിക്കേൽസൺ അവനെ തളർത്താതെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. എന്തെങ്കിലും പൊട്ടത്തരം എപ്പോഴും ഐവേഴ്സൺ കാണിക്കാറുണ്ടായിരുന്നു. ഓരോ ദിവസവും ഇതുപോലൊക്കെ തന്നെ വളരെ സാഹസികരമായിട്ടുള്ള യാത്ര. അതിനുശേഷം ഇവരൊരു ക്യാമ്പ് സെറ്റ് ചെയ്യും. പിന്നെ ഈ പോളാർ ബിയറും കാര്യങ്ങളൊക്കെ, അതായത് കരടിയും കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫയറും കാര്യങ്ങളൊക്കെ ഈ ഒരു ടെൻറ്റിൻ്റെ പുറത്ത് തന്നെ സെറ്റ് ചെയ്ത് വെക്കും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ തന്നെ ഇവർ വീണ്ടും യാത്ര തുടങ്ങി. പക്ഷേ ഇത്തവണ പണി പാളിയുണ്ട്. അതായത് നമ്മുടെ ഐവേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഉത്സാഹവും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ആ ഒരു സ്ലെഡ്ജ് വളരെ വേഗത്തിൽ ഓടിച്ചു പോവുകയാണ്. പെട്ടെന്ന് ഇവനത് നിർത്താൻ പറ്റാത്ത അവസ്ഥ വരികയാണ്. അങ്ങനെ ഈ ഒരു സ്ലെഡ്ജും അതിനൊപ്പം ഉണ്ടായിരുന്ന ഈ പട്ടിക്കുട്ടന്മാരും ഒരു വലിയ താഴ്ചയിലേക്ക് വീഴാനായിട്ട് നിൽക്കുകയാണ്. അതിലൊരു പട്ടിക്കുട്ടൻ്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അത് ഒരൊറ്റ കയറിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. തൊട്ടപ്പുറത്ത് വലിയൊരു താഴ്ചയാണ്, വീണിട്ടുണ്ടെങ്കിൽ പൊടി പോലും കിട്ടില്ല. അങ്ങനെ ഒരു സ്ലെഡ്ജും അതുപോലെ തന്നെ ഒരു പട്ടിക്കുട്ടനെയും പിന്നെ കുറച്ച് ഭക്ഷണ സാമഗ്രികളും എല്ലാം തന്നെ ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആഹാര സാധനങ്ങളുടെ എണ്ണവും അതുപോലെ തന്നെ ഇവരുടെ ആരോഗ്യവും വളരെയധികം മോശമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം രാത്രി ഐവർ മിക്കേൽസനോട് നിങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ മിഷന് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ മിക്കേൽസൺ പറയുന്നുണ്ട്, പുള്ളിക്കാരൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സുഹൃത്താണെന്നുണ്ടെങ്കിൽ മഞ്ഞിൻ്റെ അടിയിൽ പെട്ടിട്ട് മരണപ്പെട്ട നിലയിലാണ് പിന്നീട് അയാളെ അവൻ കണ്ടെത്തുന്നത്, അതായത് നമ്മുടെ മിക്കേൽസൺ. അപ്പോൾ പുള്ളിക്കാരൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഒരു ഡയറി മറ്റൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് ഇൻഫർമേഷൻസും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ നമ്മുടെ മിക്കേൽസൻ്റെ കയ്യിലുണ്ട്. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. ഇപ്പോൾ ഒരു ദിവസം ഒരു നേരം മാത്രമാണ് ഇവർ ആഹാരം കഴിക്കുന്നത്. സത്യം പറഞ്ഞ ഇവരുടെ കയ്യിൽ ഇനി ഫുഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ പട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ല ആരോഗ്യം വേണം. കാരണം അവരാണ് ഈ ഒരു സ്ലെഡ്ജും മറ്റൊക്കെ വലിച്ചുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പട്ടികളിൽ ഏതെങ്കിലും ഒരു പട്ടിക്ക് കേട് വരുമ്പോൾ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും വയ്യായിക വരുമ്പോൾ ആ ഒരു പട്ടിയെ കൊന്നതിന് ശേഷം ബാക്കിയുള്ള നായ്ക്കൾക്ക് അതിൻ്റെ മാംസം ഭക്ഷണമായിട്ട് കൊടുക്കാറാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പോൾ പിന്നീട് വീണ്ടും അവർ യാത്ര മുൻപോട്ട് കൊണ്ടുപോകും. മുൻപോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും ടെൻ്റൊക്കെ അടിച്ച് ക്യാമ്പ് സെറ്റ് ചെയ്യും. ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്
മിക്കേൽസൺ അങ്ങ് ദൂരെയായിട്ട് ഒരുപാട് കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണുന്നത് ഉടൻ തന്നെ നമ്മുടെ മിക്കേൽസൺ അങ്ങോട്ടേക്ക് പോവുകയാണ്. അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ വട്ടം മിഷന് വന്ന സമയത്ത് മിക്കേൽസനും ആളുകളും എല്ലാവരും ചേർന്ന് തയ്യാറാക്കിയ ഒരു ക്യാമ്പായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവർ അന്വേഷിച്ച് വന്നതും ഇത് തന്നെയാണ്. കാരണം ഈ ഒരു ക്യാമ്പിനുള്ളിലാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ രേഖകളും ഉള്ളത്. അതായത് കഴിഞ്ഞ പ്രാവശ്യം വന്നവർ ഈ ഒരു രേഖയും അതുപോലെ തന്നെ കുറച്ച് ഭക്ഷണവും കാര്യങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു ടിന്നിലായിട്ട് കുറച്ച് സൂപ്പ് ഉണ്ടാക്കാനുള്ള ഇതുണ്ടായിരുന്നു, ആഹാര സാധനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഇവർ ആ ഒരു സന്തോഷത്തിൽ ആ ഒരു സൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണ്. അങ്ങനെ അവർ ആ ഒരു സാധനം കണ്ടെത്തി. അതായത് ഈ ഒരു തടാകം ഏത് രാജ്യത്തിൻ്റെതാണെന്ന് കണ്ടുപിടിക്കാനുള്ള എല്ലാ വിവരങ്ങളും അതിൽ അവർ ശേഖരിച്ചിട്ടുണ്ട്. ഇവരിപ്പോൾ തിരികെ പോകുമ്പോൾ ഒരു പട്ടിയാണെന്നുണ്ടെങ്കിൽ ചത്തുപോവുകയാണ്. ഇവരുടെ കയ്യിൽ ഒരു ആഹാര സാധനവും ഇല്ല. ഇറച്ചിയെല്ലാം മറ്റു പട്ടികൾക്ക് ഇട്ട ശേഷം ഈ ഒരു പട്ടിയുടെ ലിവർ കഴിക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ ഐവേഴ്സും നമ്മുടെ മിക്കേൽസിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ പോയിസൺ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ മിക്കേൽസിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന സിൽവറിൻ്റെ മാല എടുത്തിട്ട് അവർ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് നോക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങനെ ആ ഒരു ലിവർ എടുത്ത് കഴിക്കുകയാണ്. കഴിച്ച അപ്പം തന്നെ രണ്ടുപേരും വാള് വെച്ച് തുടങ്ങി. കാരണം പട്ടിയുടെയൊക്കെ ലിവർ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് നോക്കി, വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇവർക്ക് വിശന്നിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇവരുടെ കയ്യിൽ ആകെ ഒരൊറ്റ സ്ലെഡ്ജ് മാത്രമേ ഉള്ളൂ, ഏതാനും പട്ടിക്കുട്ടന്മാർ മാത്രം. ഓരോ ദിവസം കഴിയും തോറും ഈ പട്ടികളും മരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ക്യാമ്പ് ചെയ്തപ്പോൾ അങ്ങ് ദൂരെയായിട്ട് എന്തോ ഒരു മൃഗത്തിനെ നമ്മുടെ ഐവേഴ്സും കാണുന്നുണ്ട്. അവൻ അതിനെ വെടിവെക്കാൻ നോക്കുമ്പോഴേക്കും ഈ പട്ടിക്കുട്ടന്മാർ ഭയങ്കരമായിട്ട് ബഹളം വെക്കുകയാണ്. എന്ത് നാശമാണ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഐവേഴ്സും പോയി നോക്കുമ്പോൾ ഒരു ഭീമാകാരം ധ്രുവക്കരടി വന്നിട്ട് നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ള മിക്കേൽസനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു കരടിക്ക് നേരെ നമ്മുടെ ഐവേഴ്സൺ 2-3 പ്രാവശ്യം വെടിവെക്കുന്നുണ്ട്. അതോട് കൂടിയിട്ട് മിക്കേൽസനും ഈ ഒരു കരടിയും കൂടി ചേർന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഐസ് തകർന്നിട്ട് താഴേക്ക് വെള്ളത്തിലേക്ക് വീഴുകയാണ്. അങ്ങനെ നമ്മുടെ മിക്കേൽസനെ ഐവേഴ്സൺ അപ്പം തന്നെ വലിച്ച് കരയ്ക്ക് കയറ്റുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് ക്യാപ്റ്റൻ മിക്കേൽസന് വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് രാത്രിയാണെന്നുണ്ടെങ്കിൽ മിക്കേൽസന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഐവേഴ്സൺ ആണ്. ടെൻ്റൊക്കെ അടിച്ചതിന് ശേഷം പുള്ളിക്കാരെ നല്ല രീതിയിൽ വാമായിട്ട്, അതായത് ഒരുപാട് കമ്പിളി മറ്റൊക്കെ പുതപ്പിച്ച് കിടത്തുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ഐവേഴ്സിനെക്കാട്ടി മുന്നേ തന്നെ നമ്മുടെ മിക്കേൽസൺ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ ബാക്കി ഉണ്ടായിരുന്ന ഇവരുടെ സ്ലെഡ്ജ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഒരു പിടുത്തം ഇവന് കിട്ടുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഇവരുടെ അവസാനമായിട്ടുണ്ടായിരുന്ന ആ ഒരു പട്ടിക്കൂട്ടനും ചത്തുപോയിട്ടുണ്ടായിരുന്നു. ഇവരങ്ങനെ ഇപ്പോൾ നടന്നു പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇവർ യാത്ര തുടങ്ങിയ അലബാമ അവിടേക്ക് ഇനി തിരിച്ചെത്തുമോ എന്ന് പോലും ഇവർക്ക് അറിയില്ല. കാരണം ഭക്ഷണ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവരുടെ കയ്യില്ല. ജീവനോടെ എത്തിയാൽ എത്തി. അപ്പോൾ ഇവർ കണ്ടുപിടിച്ച കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ട് അതിന് ചുറ്റോടും നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു കല്ല് കൊണ്ട് കോട്ട പോലെ ആക്കി വെക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇനി ആരെങ്കിലും ഈ ഒരു പര്യവേക്ഷണത്തിനായിട്ട് ഈ ഒരു സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് വരുമ്പോൾ അത് അവർക്ക് ഉപകാരപ്പെടും എന്നും പറഞ്ഞിട്ട് അത് അവിടെ വെച്ചിട്ട് പോവാണ്. അതായത് ഇവർ ഇപ്പോൾ ഇതുവരെ കണ്ടുപിടിച്ച എല്ലാ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ആ ഒരു ഡയറി അല്ലെങ്കിൽ ആ ഒരു കുറിപ്പിലാണുള്ളത്. ഇവരങ്ങോട്ടേക്ക് എത്താതെ ചത്തുപോകും എന്ന് തന്നെ വിചാരിച്ചിട്ടാണ് ഇപ്പം മടങ്ങി പോകുന്നത്. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ഇവരങ്ങനെ അലബാമയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവർ നോക്കുമ്പോൾ കടലിൽ വെള്ളമൊന്നും കാണാനില്ല, മൊത്തം ഇറങ്ങിപ്പോയേക്കാണ്, മൊത്തം ഐസാണ്. ഇവരുടെ കപ്പലും കാണാനില്ല. അതായത് ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നവരെല്ലാവരും തന്നെ ഇവരവിടെ ഒറ്റയ്ക്കാക്കി പോയേക്കാണ്. ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ അവിടേക്ക് എത്തിയപ്പോൾ ഇവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് അവരെ കൂട്ടാതെ വന്നു? സാധാരണ ഒരു കേഡറ്റിനെ എന്തുകൊണ്ട് നിങ്ങൾ മിക്കേൽസിൻ്റെ ഒപ്പം അയച്ചു? നിങ്ങൾ ആരും എന്താ പോവാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിർത്തി പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ് ഈ ഒരു സോൾജേഴ്സിനെ. പക്ഷേ നമ്മുടെ ക്യാപ്റ്റൻ മിക്കേൽസനാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം അടുത്ത വർഷമാണെന്നുണ്ടെങ്കിലും ഇങ്ങോട്ടേക്ക് കപ്പൽ വരും. ഒരുപാട് ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. 1 വർഷത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു ഹട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് അത്ര പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ ഐവേഴ്സൺ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സ്വപ്ന സുന്ദരിയുണ്ട്, നമ്മുടെ നിക്കൽസൺ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴൊക്കെ ആ ഒരു പെൺകുട്ടി അവൻ്റെ അടുത്ത് കിടക്കുന്നതായിട്ട് നമ്മുടെ ക്യാപ്റ്റൻ മിക്കേൽസിന് തോന്നാറുണ്ട്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ മിക്കേൽസിനും ഐവേഴ്സനും കൂടി ചേർന്നിട്ട് വീണ്ടും ആ ഒരു പര്യവേക്ഷണത്തിൻ്റെ സ്ഥലത്തേക്ക് പോവുകയാണ്. അതായത് ഇവർ കല്ലിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വിവരങ്ങൾ ശേഖരിക്കാനായിട്ട്. കാരണം ഇവരെ തേടിയിട്ട് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവർ ഈ പര്യവേക്ഷണം നടത്തിയ കാര്യങ്ങളും അതുപോലെ തന്നെ ആ ഒരു വിവരങ്ങളും ചോദിക്കുമ്പോൾ ഇവരെന്താ കാണിച്ചു കൊടുക്കുക? ഒന്നും തന്നെ ഇവരുടെ കയ്യിലില്ലല്ലോ. അങ്ങനെ ഇവർ ആ സ്ഥലത്ത് പോയിട്ട് അതൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഇവർ മറന്നുപോയി. അതായത് ഇവരെ അന്വേഷിച്ചിട്ട് ആരെങ്കിലും വരുമ്പോൾ അവിടെ ഒരു കുറിപ്പ് എഴുതി വെക്കായിരുന്നു എന്ന് നമ്മുടെ ഐവേഴ്സൺ മിക്കേൽസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മിക്കേൽസൺ പറഞ്ഞു, അതൊന്നും വേണ്ട, ആരും ഇപ്പോഴൊന്നും വരാൻ പോണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരതൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും തിരിച്ച് ആ ഒരു അലബാമയിലേക്ക് വരികയാണ്. അതായത് ഹാട്ടിലേക്ക് വരികയാണ്. പക്ഷേ വന്ന് ഇവിടെ എത്തിയപ്പോഴാണ് ഇവർ അറിയുന്നത് അവിടെ മൊത്തം വെള്ളം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുറിപ്പും ഉണ്ടായിരുന്നു. അതായത് ഒരുപാട് സൈനികർ ഇവരെ റെസ്ക്യൂ ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു കുറിപ്പും കാര്യങ്ങളും ഒന്നും തന്നെ കാണാത്തതുകൊണ്ട് തന്നെ
അവരിവരെ ഉപേക്ഷിച്ച്, അതായത് ഇവരെ കാണാത്തതുകൊണ്ട് ഇവർ മരിച്ചുപോയി എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ തിരിച്ചു പോയിരിക്കുകയാണ്. ഐവേഴ്സൺ പറഞ്ഞതാണ് ഒരു കുറിപ്പടി അവിടെ എഴുതി വെക്കാതെ, പക്ഷേ മിക്കേൽസൺ ആണ് അതിന് സമ്മതിക്കാതിരുന്നത്. ഇപ്പം മിക്കേൽസനും നല്ല രീതിയിലുള്ള ദേഷ്യം വരുന്നുണ്ട്. അവൻ പുറത്ത് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സ്ലെഡ്ജൊക്കെ തല്ലി തകർക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം പര്യവേക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മിക്കേൽസന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഗവൺമെന്റിന്റെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട് അവരെ റെസ്ക്യൂ ചെയ്യാനായിട്ട് കുറച്ച് സംഘത്തെ അയക്കുമോ എന്ന്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ മിക്കേൽസൺ ആണെന്നുണ്ടെങ്കിൽ ഒരു കപ്പലിന്റെ മുകളിലുള്ള വലിയൊരു കമ്പിൽ ഇങ്ങനെ തൂങ്ങിപ്പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങ് അകലെ നിന്നായിട്ട് ഒരു ഹോട്ട് എയർ ബലൂൺ വരുന്നത്. അതിലൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു, അവന്റെ കാമുകിയായിട്ടുള്ള നാജ. ഇത് കണ്ടതും നമ്മുടെ മിക്കേൽസന് ഒരിക്കലും വിശ്വസിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ അവൻ അവളുടെ അടുത്തേക്ക് പോവാണ്. ഞാൻ ഒരു വർഷമായിട്ട് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് മനുഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അങ്ങേരെ പിടിച്ച് ചുംബിക്കുകയാണ്. അപ്പോഴാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ഐവേഴ്സൺ അങ്ങോട്ടേക്ക് വരുന്നത്. ഐവേഴ്സൺ നോക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടിയും ഇല്ല. അതെല്ലാം തന്നെ നമ്മുടെ മിക്കേൽസന്റെ തോന്നലായിരുന്നു. ഓരോ ദിവസം കഴിയും തോറും ഇവർക്ക് ഹോപ്പ് എന്ന് പറയുന്ന സാധനം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മിക്കേൽസൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ മനസ്സിൽ കണ്ടുകൊണ്ട് അവൻ്റെ കൂടെ ആ ഒരു പെൺകുട്ടി എപ്പോഴും ഉണ്ടെന്ന് വിചാരിച്ച് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ ഐവേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഈശ്വര പെട്ടുപോയല്ലോ, ഈ പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ ഐവേഴ്സൺ ഇപ്പോൾ എവിടെ പോവാണെന്നുണ്ടെങ്കിലും ചുമ്മാ വെറുതെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഐവേഴ്സന് ഒരുപാട് സങ്കടമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം രാവിലെ തന്നെ ഒരു വലിയ ഭീമാകാരൻ കരടി വന്നിട്ട് ഈ ഒരു ഹട്ട് തകർക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവർക്കാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാനും വയ്യ. ആ ഒരു റൈഫിൾ ആണെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തെ ഒരു സ്റ്റോറേജ് റൂമിൽ നമ്മുടെ ഐവേഴ്സൺ കൊണ്ടു ചെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സൗണ്ടൊന്നുമില്ല. പിന്നെ ദേ വീണ്ടും ആ ഒരു ഡോറിൽ വന്ന് മുട്ടുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും രണ്ടും കൽപ്പിച്ചിട്ട് ഒരാൾ കത്തിയും അതേപോലെ തന്നെ നമ്മുടെ ഐവേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ തോക്കും പിടിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. പക്ഷെ നോക്കുമ്പോൾ ഇവരുടെ മുമ്പിലാണെന്നുണ്ടെങ്കിൽ റെസ്ക്യൂ ടീം വന്നിരിക്കുകയാണ്. ഇവർക്ക് കരയണോ ചിരിക്കണോ എന്ന് പോലും അറിയാത്ത അവസ്ഥയായിരുന്നു. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പോൾ ഇവരെ തേടിയിട്ട് ആളുകൾ വന്നേക്കാണ്. അങ്ങനെ ഇവർ നാട്ടിലേക്ക് എത്തുന്നു. പിന്നെ അവാർഡ് കിട്ടലായി, ഭയങ്കര ഫേമസ് ആവലായി. നമ്മുടെ മിക്കേൽസിന് ഇമാജിനേഷൻ്റെ ഇടയ്ക്ക് അസുഖം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ ഐവേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എടാ അവിടെ ഒരു പെൺകുട്ടി എന്നെ നോക്കി നിൽക്കുന്നുണ്ടോന്ന്. അപ്പോൾ ഐവേഴ്സൺ പറയുന്നുണ്ട് ഉണ്ടല്ലോ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഐവേഴ്സിൻ്റെ അടുത്ത് എപ്പോഴും നമ്മുടെ മിക്കേൽസൺ പറയുമായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു കാമുകിയുണ്ട് എന്ന്. ഐവേഴ്സൺ വിചാരിച്ചത് അത് ചുമ്മാ ഒരു കെട്ടുകഥയാണെന്നാണ്. ആ ഒരു പെൺകുട്ടി ഇവിടെ വെച്ച് സ്റ്റേജിൽ വെച്ച് കണ്ടപ്പോൾ അവനും ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ആ ഒരു അവാർഡും കാര്യങ്ങളൊക്കെ വാങ്ങുന്ന ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു കിഡിലൻ ശരിക്കും നടന്ന ആ ഒരു കഥ അവസാനിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു കൂട്ടുകാരെ ഇന്നത്തെ സിനിമ? ദേ ഇവരാണ് ആ മഹാന്മാർ. ഈ ഒരു സിനിമ എക്സ്പ്ലെയിൻ ചെയ്യണതിനെക്കാട്ടിയും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങളിത് കണ്ടിരിക്കുക എന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത് വലിച്ചു നീട്ടിയിട്ടില്ല. ഞാൻ എന്തൊക്കെ പൊട്ടത്തരങ്ങളായിരിക്കും കൂടുതലും പറഞ്ഞിട്ടുണ്ടായിരിക്കുക. എന്തായാലും നിങ്ങളിത് സമയമെടുത്ത് കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. ഒരു സീൻ പോലും നിങ്ങൾക്ക് മുഷിപ്പോ കാര്യങ്ങളോ ഒന്നും തോന്നൂല. അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ് എഗെയിൻസ്റ്റ് ദി ഐസ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ കേട്ട് നിൽക്കേണ്ട ഒരു സാധനമല്ല. ഇത് എത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു സിനിമ കാണുന്നതിൻ്റെ ഫീല് വേറെ ലെവലാണ്. അപ്പോൾ അതുകൊണ്ട് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊന്നും നിങ്ങൾ വലിയ കാര്യമായിട്ട് എടുക്കണ്ട. പ്രത്യേകിച്ച് ഞാൻ ചെയ്ത എക്സ്പ്ലനേഷൻ കറക്റ്റായിട്ടൊന്നും വലിയ എന്താ പറയുക ആധിപത്യത്തോടു കൂടി അല്ലെങ്കിൽ അത്രയും ക്ലാരിറ്റി ആയിട്ടുള്ളൊന്നുമല്ല ഞാൻ ചെയ്തേക്കണം. ചുമ്മാ ഓടിച്ച് പോയിട്ടുള്ളൂ കഥ. അതിൻ്റെ ഇടയിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ഇമാജിനേഷനായിട്ട് അവൻ ആ ഒരു ഹോട്ട് എയർ ബലൂണിൽ ആ ഒരു കാമുകി വരുന്നതും അങ്ങനെയുള്ള അതിനെ തുടർന്നിട്ട് പിന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നൊന്നും ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല. കാരണം അത് നമുക്ക് കണ്ടാലാണ് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു ഡെപ്ത് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരു ഇമാജിനേഷനിലുള്ള ഒരു ഗേള് അവൻ്റെ കൂടെ ഉണ്ടെന്ന് തോന്നും. പിന്നെ ഐവേഴ്സനുമായിട്ട് കുറച്ച് തർക്കങ്ങളുണ്ടാവും. പിന്നെ ഐവേഴ്സൺ ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട് ആ ഒരു പെൺകുട്ടി ഇത്ര നേരം എൻ്റെ കൂടെയായിരുന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ തല്ലാവും. പിന്നീട് അത് യാഥാർത്ഥ്യമല്ല എന്ന് നമ്മുടെ മിക്കേൽസിന് തന്നെ തോന്നും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാണ്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ സിനിമയിലൂടെ തന്നെ കാണുന്നതായിരിക്കും ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്കും ചെയ്തേക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.